നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2021 തെരഞ്ഞെടുപ്പിൽ വടക്കം കേരളം പിടിച്ചടക്കിയിരുന്നു LDF. മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ കോണിയിൽ കയറി UDF നിലയുറപ്പിച്ചു. എങ്കിലും കണ്ണൂരിലും കോഴിക്കോടും കാസർഗോഡുമൊക്കെ അടിപതർന്ന കാഴ്ചയാണ് അന്ന് നമ്മൾ കണ്ടത്. 2021 തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലെ 11 സീറ്റുകളിൽ 9 എണ്ണവും LDF നേടി. 2 സീറ്റുകൾ മാത്രമാണ് UDFന് ലഭിച്ചത്. കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റുകളിൽ 11 എണ്ണവും LDF പിടിച്ചടക്കി. 2 സീറ്റിലേക്ക് അന്ന് UDFനെ തളച്ചു. എന്നാൽ 2026 എത്തി നിൽക്കുമ്പോൾ വടക്കൻ കേരളം UDFിലേക്ക് ചായുന്നതാണ് മനോരമ സീ വോട്ടർ സർവേ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടനുബന്ധിച്ച് അന്ന് മാതൃഭൂമി ഒരു പ്രീപോൾ സർവേ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ സർവേയിലെ ഫലങ്ങൾ ഇപ്പോൾ മനോരമയുടെ സർവേ ഫലങ്ങളുമായി നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. മനോരമ സർവേയിൽ ഒരു കാര്യം വ്യക്തമാണ്: വടക്കൻ കേരളത്തിൽ UDF തരംഗമാണ്. മലപ്പുറം ജില്ലയിലെ താനൂരിൽ പോലും കനത്ത മത്സരം. മറുവശത്ത് NDA വെറും 10% ഒതുക്കുമെന്നാണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ള മനോരമ സർവേ പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില ഫലസൂചനകൾ വ്യക്തമാക്കുന്ന തലത്തിലാണ് ഇപ്പോൾ മനോരമ സീ വോട്ടർ സർവേ. വടക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഈറ്റില്ലമായ മലപ്പുറം ജില്ല UDF തൂത്തുവാരുമെന്നാണ് ഇപ്പോൾ സർവേ വ്യക്തമാക്കുന്നത്. 49% വോട്ടുകൾ UDF പെട്ടിയിൽ വീഴും. മലപ്പുറം ജില്ലയിൽ വെറും 34% മാത്രമാണ് LDFന് ലഭിക്കുന്നത്. NDA 10% ഒതുങ്ങും. മലപ്പുറം ജില്ലയിൽ UDF 14 മുതൽ 16 വരെ സീറ്റുകൾ നേടുമെന്നാണ് മനോരമ സർവേ വ്യക്തമാക്കുന്നത്. LDF 0 മുതൽ 2 സീറ്റുകൾ വരെ മാത്രം. ഏറ്റവും കനത്ത മത്സരം നടക്കുന്നത് താനൂരിൽ. ഇവിടെ UDF സ്ഥാനാർത്ഥി PK നവാസിന് മേൽക്കൈ എന്ന് സർവേ പറയുന്നു. KT ജലീൽ മത്സരിക്കുന്ന തവനൂരിലും അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് എന്ന് സർവേ വ്യക്തമാക്കുന്നു. എന്നാൽ അവിടെ UDF സ്ഥാനാർത്ഥി VS ജോയി വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ UDF 40% വരെ വോട്ട് നേടുമെന്നാണ് ഇപ്പോൾ സർവേ വ്യക്തമാക്കുന്നത്. LDFന് വെറും 39% വോട്ടുകൾ. NDA 14% വോട്ട് വിഹിതം അവിടെ നേടും. കോഴിക്കോട് ജില്ലയിൽ LDFന് 6 മുതൽ 8 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് മനോരമ സർവേ വ്യക്തമാക്കുന്നത്. ജില്ലയിൽ UDF മുന്നേറ്റം നടത്തുമെന്നും അവരുടെ സീറ്റ് വിഹിതം 5 മുതൽ 7 വരെയായി ഉയർത്തുമെന്നും ഈ സർവേ കൃത്യമായി പറയുന്നു. കടുത്ത മത്സരമാണ് കുറ്റ്യാടിയിൽ നടക്കുന്നത്. UDF സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ള. അവിടെ നേരിയ ഭൂരിപക്ഷം ഉറപ്പിച്ചാണിപ്പോൾ പോരാട്ടം തുടരുന്നത് എന്ന് സർവേ. ബേപ്പൂരിൽ PV അൻവറിനെതിരെ മത്സരിക്കുന്നത് മുഹമ്മദ് റിയാസാണ്. കനത്ത മത്സരം ബേപ്പൂരിലുമുണ്ട്. മണ്ഡലത്തിൽ പക്ഷേ നേരിയ മുൻതൂക്കം റിയാസിനുണ്ട് എന്ന് സർവേ പറയുന്നു. വയനാട്ടിലെ കാര്യം പിന്നെ പറയാനില്ല. 45% വോട്ട് UDF നേടുമെന്നാണ് സർവേ. LDFന് വെറും 33%. NDA പക്ഷേ അവിടെ 16% തങ്ങളുടെ വോട്ട് വിഹിതം വളർത്തും. LDFന് ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വരും വയനാട്ടിലെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ മലപ്പുറം ജില്ലയിൽ ആകെയുള്ള 16 സീറ്റുകളിൽ UDF 14 മുതൽ 16 വരെ നേടാനുള്ള സാധ്യത. മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി UDFനെ തുണയ്ക്കുന്നുവെന്ന് വേണം ഈ സർവേ ഫലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. കോഴിക്കോട് ജില്ലയിൽ ആകെയുള്ള 13 സീറ്റുകളിൽ 6 മുതൽ 8 വരെ ഇക്കുറി LDF നേടും. 5 മുതൽ 7 വരെ UDF. ജില്ലയിൽ NDAക്ക് പക്ഷേ സീറ്റുകൾ ലഭിക്കില്ല. കണ്ണൂരിൽ TO മോഹനൻ. സുധാകരൻ വിവാദത്തിൽ ഉയർന്നു വന്ന പേരാണ് TO മോഹനൻ്റേത്. കടന്നപ്പള്ളി രാമചന്ദ്രനിൽ നിന്നും ആ സീറ്റ് പിടിച്ചെടുക്കുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. സണ്ണി ജോസഫും KK ശൈലജയുമാണ് നേർക്കുനേർ പേരാവൂരിൽ അംഗം കുറിച്ചിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് മത്സരം. എന്നാൽ അവിടെ സണ്ണി ജോസഫിന് തന്നെയാണ് നേരിയ മുൻതൂക്കം. കണ്ണൂരിൽ ഇടതാധിപത്യം തുടരുമെന്ന് സർവേ വ്യക്തമാക്കുന്നു. ആകെയുള്ള 11 സീറ്റിൽ LDF 6 മുതൽ 8 സീറ്റുകൾ വരെ നിലനിർത്തും. UDF പക്ഷേ അവരുടെ നില മെച്ചപ്പെടുത്തും. 3 മുതൽ 5 സീറ്റുകളിലേക്ക് UDF വളരും. NDAക്ക് അവിടെ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നില്ല. തളിപ്പറമ്പിൽ PK ശ്യാമള ജയിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രവചനം. കണ്ണൂരിൽ TO മോഹനൻ കടന്നപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിക്കുകയാണെങ്കിൽ അതുമൊരു ചരിത്രം. കാസർഗോഡ് ജില്ലയാണ് കേരളം ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം അടങ്ങിയിട്ടുള്ള ജില്ല. UDF സ്ഥാനാർത്ഥി MKM അഷ്റഫ് മഞ്ചേശ്വരം മണ്ഡലം നിലനിർത്താൻ അതിശക്തമായ പോരാട്ടം തുടരുന്നു. അദ്ദേഹത്തിന് തന്നെയാണ് അവിടെ സാധ്യത എന്ന് മനോരമ സർവേ. കാസർഗോഡ് ജില്ലയിൽ ആകെ 5 മണ്ഡലങ്ങൾ. കാസർഗോഡ് ജില്ലയിൽ LDFന് തന്നെയാണ് മേൽക്കൈ എന്ന് സർവേ പറയുന്നു.
2 മുതൽ 4 വരെ സീറ്റുകൾ LDF നിലനിർത്തും. UDF 1 മുതൽ 3 വരെയുള്ള സീറ്റുകൾ കിട്ടിയേക്കാം. NDAക്ക് 0 മുതൽ 1 സീറ്റ് വരെ. ചുരുക്കത്തിൽ ചിലപ്പോൾ സുരേന്ദ്രൻ ജയിക്കും, അത്രമാത്രം. 5 ജില്ലകളിലെ കക്ഷി നിലയാണ് ഇന്നലെ മനോരമ ന്യൂസ് സർവേയിലൂടെ പുറത്തുവിട്ടത്. LDFന് 14 മുതൽ 23 വരെ സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. UDFന് 25 മുതൽ 34 വരെ സീറ്റുകൾ. 2021 തെരഞ്ഞെടുപ്പിൽ 4 മുതൽ 13 സീറ്റുകൾ വരെ LDFന് നഷ്ടപ്പെട്ടേക്കാം. മാർച്ച് 14 മുതൽ 26 വരെയുള്ള സാമ്പിളുകൾ പരിശോധിച്ചാണ് മനോരമ സർവേ ഫലങ്ങൾ പുറത്തുവിട്ടത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. മാർച്ച് 6, 7, 8 തീയതികളിൽ നേരത്തെ മാതൃഭൂമി ഒരു സർവേ ഫലം പുറത്തുവിട്ടിരുന്നു. ആ സർവേയിലും വടക്കൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ക്ഷീണം സംഭവിക്കുമെന്ന് വ്യക്തമായിരുന്നു. മഞ്ചേശ്വരം മണ്ഡലത്തിൽ അതിശക്തമായ മത്സരം നടക്കുന്നുവെന്നാണ് അന്ന് മാതൃഭൂമി സർവേയിൽ വ്യക്തമായത്. വടക്കൻ കേരളത്തിലെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ മാതൃഭൂമി സർവേ അന്ന് പ്രവചിച്ചത് LDF വടക്കൻ കേരളത്തിൽ 28 സീറ്റുകൾ നേടുമെന്ന്. എന്നാൽ മനോരമ സർവേയിൽ പരമാവധി 23 സീറ്റുകൾ. UDF 26 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നുവെന്നാണ് മാതൃഭൂമി ന്യൂസ് അന്ന് സർവേ ഫലം പുറത്തുവിട്ടത്. വടക്കൻ കേരളത്തിൽ LDFന് നേരിയ മുൻതൂക്കമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു മാതൃഭൂമി സർവേ. തിരികെ മനോരമയിലെത്തിയപ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. വടക്കൻ കേരളത്തിൽ UDF തരംഗം തന്നെയാണ് തീർത്തിരിക്കുന്നത്. 13 സീറ്റുകൾ വരെ LDFന് നഷ്ടപ്പെടാം എന്ന കണക്കുകൾ പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യം വരുന്നു. ഈ ഫലം 2011 തെരഞ്ഞെടുപ്പ് ഫലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെക്കുറെ ശരിവെക്കുന്നതാണ്. വടക്കൻ കേരളത്തിൽ കണ്ണൂരും കാസർഗോഡും കോഴിക്കോടുമൊക്കെ ഇടത് അനുകൂല ജില്ലകളാണ്. എന്നാൽ മലപ്പുറം മുസ്ലിം ലീഗിൻ്റെ കോട്ട. അവിടെ UDF മുന്നേറ്റമാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കാണാൻ കഴിയുന്നത്. മനോരമ സർവേക്കൊപ്പം നമ്മൾ മാതൃഭൂമി സർവേ കൂടി ഒന്ന് പരിശോധിക്കുമ്പോൾ മധ്യ കേരളത്തിൽ UDFന് വ്യക്തമായ മേൽക്കൈ എന്നാണ് അന്ന് മാതൃഭൂമി സർവേയിൽ വ്യക്തമാക്കിയിരുന്നത്. മധ്യ കേരളത്തിൽ 27 സീറ്റുകൾ UDF നേടുമെന്ന പ്രവചനമായിരുന്നു മാതൃഭൂമി നടത്തിയത്. LDF അവിടെ 21 സീറ്റുകളിലേക്ക് ഒതുക്കപ്പെടും. വെറും 2 മണ്ഡലങ്ങളിൽ മാത്രമേ മധ്യ കേരളത്തിൽ ടൈറ്റ് ഫൈറ്റ് നേരിടുന്നുള്ളൂ എന്ന് മാതൃഭൂമി അന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തെക്കൻ കേരളത്തിൽ LDF തന്നെ മേധാവിത്വം തുടരുമെന്ന് മാതൃഭൂമി വ്യക്തമാക്കി. തെക്കൻ കേരളത്തിൽ 20 സീറ്റുകൾ LDF നേടും. UDF 15 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. 4 മണ്ഡലങ്ങളിൽ അവിടെ ശക്തമായ പോരാട്ടവും നടക്കുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികസനമാണ് LDFന്റെ മുഖ്യ പ്രചരണ വിഷയം. മറുവശത്ത് രാഷ്ട്രീയ മാറ്റം അനിവാര്യമെന്ന മുദ്രാവാക്യം UDF മുന്നോട്ട് വയ്ക്കുന്നു. സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വടക്കൻ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട്. വടക്കൻ കേരളത്തിലെ ഈ വ്യത്യാസം തെക്കൻ കേരളത്തിലൂടെ ഇടതുപക്ഷത്തിന് പരിഹരിക്കാൻ കഴിയുമോ? വടക്കൻ കേരളത്തിൽ വലിയ മുന്നേറ്റത്തിന് UDFന് സാധിച്ചാൽ മധ്യ കേരളത്തിൽ അത് നിലനിർത്തിയാൽ UDF ഭരണം ഉറപ്പ് എന്നതാണിപ്പോൾ UDF നേതാക്കളുടെ പ്രതീക്ഷ. മാതൃഭൂമി ന്യൂസ് അന്ന് പറഞ്ഞത് ഇഞ്ചോടിഞ്ച് മത്സരമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന്. എന്നാൽ മനോരമ സർവേയുടെ തുടക്കം ശ്രദ്ധിക്കുമ്പോൾ UDF തരംഗം തന്നെയാണ് കേരളത്തിൽ എന്ന് വ്യക്തം. മറുവശത്ത് മധ്യ കേരളത്തിൻ്റെ കൂടി റിസൾട്ട് പുറത്തു വരുന്നതോടെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. അത് വ്യക്തമാക്കുന്ന സർവേ ഫലങ്ങൾ തന്നെയാണ് പല ചാനലുകളും ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.